ഇവിടെ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ഇട്ടേക്കുന്നത് സിസ് ബ്യൂട്ടിയുടെ ഒരു ഷെയ്ഡാണ്. 27 ആണ്. ന്യൂഡ് ബോംബ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇത് അടിപൊളി ഷെയ്ഡാണ്. ഞാൻ അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഫേസ് നല്ല ബ്രൈറ്റായി നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഡാസ്ലറിൻ്റെ ഒരു ഷെയ്ഡാണ് 026 ആണ്. ഇത് അടിപൊളി ഷെയ്ഡാണ്. സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നത്. പിന്നെ എടുത്തേക്കുന്ന നമ്മൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ള 25 ഇതൊരു ചോക്ലേറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ്. പക്ഷേ എനിക്ക് ഈ ഷെയ്ഡ് വല്ലാണ്ട് ഇഷ്ടമായില്ല. പിന്നെ എടുത്തേക്കുന്ന മാർസിൻ്റെ ഗേൾ പവറാണ്. ഇതൊരു ക്രയോണാണ്. എൻ്റെ കയ്യിൽ ഈ ക്രയോണ് മനക്കാനായിട്ടുള്ള കട്ടർ ഉണ്ടായിരുന്നില്ല, കിട്ടിയില്ല അന്ന് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ. അപ്പം ഞാനിത് സാധാരണ ഇങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ കട്ടർ വാങ്ങിക്കുന്നതിന്. ഇത് അടിപൊളി ഷെയ്ഡാണ്. ഇത് ഒരു ഓറഞ്ച് ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. പിന്നെ എടുത്തേക്കണ ഇപ്പം നല്ല അത്യാവശ്യം നല്ല ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് 032 ആണ് ഷെയ്ഡ് ഡാസ്ലറിൻ്റെ. ഇതൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു വയലറ്റൊക്കെ പോലത്തെ ഒരു ഷെയ്ഡ്, നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ മാർസിൻ്റെ ആണ്. മാർസിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്ന ഷെയ്ഡ് ബോളിവുഡ് സർപ്രൈസാണ്. നല്ല ക്രീമി മാറ്റ് ലുക്കാണ് ഇത്. പിന്നെ എടുത്തേക്കുന്ന ഫേസസ് കാനഡ ഒരു ലിപ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. സ്കിന്നൊക്കെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കും. കൊക്കോ ക്രഷാണ് ഷെയ്ഡ്. പിന്നെ എടുത്തേക്കണ 028 ആണ്. ഇത് മറ്റേ 25നേക്കാളും നല്ല ബ്രൈറ്റായി നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഡാസ്ലറിൻ്റെ തന്നെ മിനിയാണ്. പിന്നെ എൻ്റെ ഉള്ളത് 2 ലിപ് ലൈനറാണ് ഉള്ളത്. മാർസിൻ്റെ ആണ് ഉള്ളത്. റെഡ് ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ഭയങ്കര ഹാർഡായിട്ടൊന്നും നിൽക്കണില്ല. പിന്നെ ഞാൻ ഇതൊരെണ്ണം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഷെയ്ഡ് പേരൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെ